ومن شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും എല്ലാവരോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. പ്രവാചക സ്നേഹം അന്നും ഇന്നും എന്ന ബൃഹത്തായ ഒരു വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവാചക ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവാചകൻ മാതൃക കാണിച്ചതിനെക്കുറിച്ചുള്ള വളരെ പ്രൗഢജലമായ ഒരു പ്രഭാഷണം കേട്ടിരിക്കുകയാണ് നിങ്ങൾ. പ്രവാചക ജീവിതത്തെ വീക്ഷിക്കുന്ന ഒരാൾക്ക് പ്രവാചകന്റെ ജീവിതം സ്പർശിക്കാത്ത ഒരു മേഖലകളുമില്ല എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൈനിക രംഗത്ത് സർവസൈന്യാധിപനായും കുടുംബരംഗത്തെ കുടുംബനാഥനായും സാമൂഹ്യ രംഗത്തെ ഒരു പരിഷ്കർത്താവായുമൊക്കെ പ്രവാചകൻ നിലയുറപ്പിക്കുമ്പോഴൊക്കെ ആ വ്യക്തിത്വത്തിന് ആ കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്റെ അനുചരന്മാരും പ്രവാചകനെ എതിർക്കുന്ന ശത്രുക്കളും ഒരേ സമയം പ്രവാചകനിൽ വ്യക്തിത്വത്തിൽ തിളങ്ങുന്ന പല യാഥാർത്ഥ്യങ്ങളും അവർ ഉൾക്കൊണ്ടിരുന്നു. അവർക്ക് പലപ്പോഴും പ്രവാചകനെ വധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നപ്പോഴൊക്കെ അവരിലുള്ള പലർക്കും പ്രവാചകന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വലിയ മതിപ്പുകൾ അവരുടെ കൈകൾക്ക് വിറയലുണ്ടാക്കിയിരുന്നു എന്നതാണ് സത്യം. ശത്രുക്കളെ ആ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ അനുചരന്മാർ ആ പ്രവാചകനിൽ മാനസികമായി എത്രമാത്രം ബന്ധപ്പെട്ടിരുന്നു എന്ന് പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രവാചകന്റെ ചരിത്രം വ്യക്തിത്വത്തെക്കുറിച്ച് വായിക്കുകയും അവസാനിക്കുന്നതിന് മുമ്പ് കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ പൊഴിക്കാതെ ആ ചരിത്ര പുസ്തകത്തിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് സത്യവിശ്വാസികൾക്കുണ്ടാവുക. ഒരിക്കലെങ്കിലും പ്രവാചകന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഇതളുകൾ മടക്കി വെക്കുന്നതിന് മുമ്പ് കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ ആ പുസ്തകത്താളുകളിൽ ഒറ്റുവീഴാതെ പുസ്തകം മടക്കി വെക്കാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷമാണ് പച്ചയായ പ്രവാചക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നൽകുന്നത് എന്നർത്ഥം. ചരിത്രങ്ങളുടെ താളുകളിൽ മനുഷ്യൻ രേഖപ്പെടുത്തി വെച്ച ആ ചരിത്രങ്ങൾ കേട്ട നമുക്ക് മനുഷ്യ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ പച്ചയായ പ്രവാചകനെ നേരിൽ ദർശിക്കുന്ന സഹാബാ കിറാമുകൾക്ക് ആ പ്രവാചക ജീവിതം എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നതിന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാചക ചരിത്രത്തെ കേട്ടതിൻ്റെ പേരിൽ മനസ്സുകൾ വിറക്കുകയും മനസ്സിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ പച്ചയായി പ്രവാചകന്റെ മുമ്പിലൂടെ ഇരിക്കുകയും പ്രവാചകനെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയും
പ്രവാചകന്റെ വായിൽ നിന്നും മുതിർന്നു വീഴുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പദങ്ങൾ കാതോർത്തിരിക്കുന്ന സഹാബികൾക്ക് ആ പ്രവാചകനെ നേരിൽ ദർശിക്കുകയും ആ പ്രവാചകന്റെ വിയോഗങ്ങളിൽ ആ പ്രവാചക അനുചരന്മാർക്കുണ്ടാകുന്ന മനോവ്യഥകൾ ഊഹിക്കാവുന്നതേയുള്ളൂ. പ്രവാചകന്റെ അന്ത്യനാളുകൾ വിശദീകരിക്കുന്ന ചരിത്രഗ്രന്ഥങ്ങൾ നമുക്കറിയാം. പ്രവാചകൻ മദീനയിലേക്ക് വരികയും മദീനയിൽ സ്വീകരിക്കുന്ന നാളുകളെയും പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം മദീനയുടെ അന്തരീക്ഷത്തിന് സംഭവിച്ച വ്യതിയാനങ്ങളെയും കുറിച്ച് ചരിത്രഗ്രന്ഥങ്ങളിൽ സഹാബിമാരുടെ വാക്കുകളിലൂടെ കേട്ട താബികൾ രേഖപ്പെടുത്തിയത് വായിച്ചാൽ തന്നെ അനുപമ വ്യക്തിത്വത്തിന്റെ മഹത്തായ ഗുണഗണങ്ങൾ നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകരെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സഹാബാക്രാമുകൾ അത്രമാത്രം സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് ആ പ്രവാചകന്റെ അനുചരന്മാർ സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 24-ാമത്തെ സൂക്തത്തിൽ വളരെ കൃത്യമായി ആ കാര്യം സൂചിപ്പിക്കുകയാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും, പറയുക പ്രവാചകരെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരും, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളും, മാത്രമല്ല വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങളും, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും, വമസാകിൻ തർളൗനഹാ, നിങ്ങൾ ഏറ്റവും തൃപ്തിപ്പെട്ട് മനസ്സിണങ്ങിയ രീതിയിൽ ഉണ്ടാക്കിയ നിങ്ങളുടെ മണിസൗധങ്ങളും നിങ്ങളുടെ വീടുകളും, അതിനേക്കാൾ എല്ലാം നിങ്ങൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങളുടെ ദൂതനേക്കാളും അള്ളാഹുവേക്കാളും അവന്റെ വജിഹാദിൻ ഫീ സബീലി, അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നുവോ എങ്കിൽ പിന്നീട് സ്വരം മാറ്റുകയാണ് അള്ളാഹു. നിങ്ങൾക്ക് എന്തു സംഭവിക്കും എന്നതിനെ കുറിച്ച് പടച്ചതമ്പുരാൻ കൃത്യമായ ഭീഷണി സ്വരത്തിൽ തന്നെ സംസാരിക്കുകയാണ്. അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതിനെ നിങ്ങൾ കാത്തിരിക്കുക എന്നാണ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പറയുന്ന ഭൗതിക താല്പര്യങ്ങളെയാണെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് പടച്ചതമ്പുരാൻ താക്കീത് നൽകുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്നാലിന്ന ശിക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് കൃത്യപ്പെടുത്തി പറയുന്നതിന് പകരം, നിങ്ങൾക്ക് നരകമാണ് നാളെ പരലോകത്തിൽ എന്ന് പറയുന്നതിന് പകരം ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന അതികഠിനമായ താക്കീതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. വളരെ വ്യക്തമാണ്. അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും ഇതിനാണ് നിങ്ങൾ താല്പര്യം കാണിക്കുന്നതെങ്കിൽ ഫതറബ്ബസു, കാത്തിരുന്നു കൊള്ളുക. ഞാനിപ്പൊന്നും പറയുന്നില്ല, കാത്തിരുന്നു കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഏതു ഭാഗത്തു നിന്നാണ് നിങ്ങളെ ശിക്ഷ പിടികൂടുക എന്ന് നിങ്ങൾക്കറിയില്ല. ഭൗതിക ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വന്നണഞ്ഞേക്കാവുന്ന അതിഭീകരമായ കട്ടനട്ടങ്ങളോ ഭീകരമായ ശിക്ഷകളോ ഒതുങ്ങുന്നില്ല. പരലോകത്തിൽ നിങ്ങൾ യാത്ര തിരിച്ചാൽ അവിടെയും റബ്ബിന്റെ മുമ്പിൽ ശക്തമായ ശിക്ഷകൾക്ക് നിങ്ങൾ വിധേയമാകേണ്ടി വരുമെന്ന അതിശക്തമായ ചില താക്കീതുകളാണ് പ്രവാചകനെ സ്നേഹിക്കാത്തവർക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കാത്തവർക്ക് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്നത്. അതാണ് അള്ളാഹ് പറയുന്നത്, വളരെ കൃത്യമാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, പിന്നീട് അള്ളാഹ് പറയുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഇത്തരത്തിലുള്ള ധിക്കാരികളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. പ്രവാചകനെ സ്നേഹിക്കാത്ത മനുഷ്യന്മാർക്ക് നേർമാർഗത്തിലേക്ക് എത്തുക സാധ്യമേ അല്ല എന്നാണ്. നേർമാർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്ന കാര്യം മനുഷ്യന് നേർമാർഗത്തിൽ എത്തിപ്പെടാതിരിക്കുകയാണ്.
മനുഷ്യൻ സഞ്ചരിക്കുന്ന മാർഗം സ്വർഗത്തിലേക്കുള്ള പാതകളിലേക്ക് മനുഷ്യനെത്താനാണ് ദിവസവും 17 പ്രാവശ്യം റബ്ബിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. 5 നേരം റബ്ബിന്റെ മുമ്പിലേക്ക് വന്നെത്തിക്കഴിഞ്ഞതിനു ശേഷം, റബ്ബിനെ സ്തുതിച്ച സ്തുതികീർത്തനങ്ങൾ നൽകിക്കഴിഞ്ഞതിന് ശേഷം, ഹൃദയം നേർക്കുനേരെ റബ്ബുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം റബ്ബിനോട് പറയാനുള്ള മനുഷ്യന്റെ ഏക ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. റബ്ബേ, നേരായ മാർഗം എനിക്ക് നൽകണമേ, കാണിച്ചു തരണമേ, വഴി നടത്തേണമേ എന്നാണ്. ശക്തമായ രീതിയിൽ ഹൃദയത്തെ നേർക്കുനേരെ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം റബ്ബിന്റെ മുമ്പിൽ നട്ടപ്പാതിരേണി തേരത്തും ഇടയിട്ടിട്ട് ചോദിക്കാനുള്ള ചോദ്യത്തിൽ അവന് ചോദിക്കാനുള്ളത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. ഈ പാതയിലേക്ക് ഒരിക്കലും അടുക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവാചകനെ സ്നേഹിക്കാത്തവനെ അല്ലാഹു അകറ്റിക്കളയുമെന്നാണ്. അവൻ ധിക്കാരിയാണ്. പ്രവാചകനെ സ്നേഹിക്കാത്തവൻ ധിക്കാരിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവൻ ധിക്കാരിയാണ്. പിന്നെ അവൻ ആരെ സ്നേഹിക്കാനാണ് ദുനിയാവിൽ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കാതെ ഭൂമി ലോകത്തിന് ഇനി ആരെയാണ് അവന് സ്നേഹിക്കാനുള്ളത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആ പ്രവാചകന്റെ മാർഗം വിട്ടുകഴിഞ്ഞാൽ, ആ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാനും മാർഗദർശനം കാണിച്ചു കൊടുക്കാൻ പിന്നെ ആരുണ്ടവന്? മരണത്തിലേക്ക് അവൻ അടുക്കുമ്പോൾ അവനുണ്ടാക്കിയ മണിസൗധങ്ങളോ, കച്ചവടം നട്ടം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളോ, അവൻ ഏറ്റവും താലോലിച്ചു കൊണ്ടിരിക്കുന്ന മക്കളോ, ഭാര്യമാരോ, കുടുംബങ്ങളോ ചുറ്റുപാടും കൂടി നിൽക്കുകയല്ലാതെ മാർഗദർശനത്തിൽ നിന്നും മാർഗഭ്രംശം സംഭവിച്ചവന് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഉപകരിക്കപ്പെടില്ല. അവിടെ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമായിരിക്കും എന്നാണ്. ആ സ്നേഹം ഹൃദയത്തിന്റെ വൈകാരികതയിൽ നിന്ന് പ്രവൃത്തി പദത്തിലേക്ക് തുടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹമെന്നാണ്. വളരെ ശക്തമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഭൗതികമായ ആ സ്നേഹം പ്രവാചകന്റെ അനുചരന്മാരിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രവാചകന്റെ അനുചരന്മാരിൽ പ്രകടമായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നെത്തുന്ന ഓരോ മനുഷ്യനും, ഓരോരുത്തരും, ഓരോ സഹാബിയും പ്രവാചകന്റെ സന്നിധാനത്തിലെത്തുന്ന സന്ദർഭങ്ങൾ ആ പ്രവാചകന്റെ അടുത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന ഓരോ തന്റെ അനുചരന്റെയും എല്ലാവിധ നീക്കങ്ങളും സൂക്ഷ്മമായി ആ പ്രവാചകൻ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ പ്രവാചകൻ മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന ആമനു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പ്രവാചകന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് എന്താണ്? ആ പ്രവാചകൻ ഹരീസുൻ അലൈക്കും. ആ പ്രവാചകൻ അവരോട് അങ്ങേയറ്റം താല്പര്യമുള്ളവനും ആ പ്രവാചകൻ അവരോട് അത്രയധികം കാരുണ്യം പുലർത്തുന്നവനുമാണ്. ആ പ്രവാചകനെയാണ് ഞാൻ അവർക്ക് ദൂതനായി നിശ്ചയിച്ചു തന്നിരിക്കുന്നത് എന്നാണ്. ആ പ്രവാചകന് തന്റെ അനുചരന്മാരോടും അതിലേറെ സ്നേഹമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അനുചരന്മാരുടെ ഓരോ ചലനങ്ങളും ഓരോ വിഷമങ്ങളും മുഖത്ത് നോക്കി മനസ്സിലാക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. ആ സന്ദർഭത്തിൽ അതാ പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് ഒരു അൻസാരിയായ മനുഷ്യൻ കടന്നു വരികയാണ്. ജാഅ റജുലുൻ മിനൽ അൻസാർ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മഹ്സൂൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്കതാ അൻസാരിയായ ഒരു മനുഷ്യരതാ കടന്നു വരുന്നു. വഹുവ മഹ്സൂൻ. അവൻ വളരെയധികം ദുഃഖിതനാണെന്ന് പ്രവാചകന് മനസ്സിലാകുന്നു. ശരീരമതാ ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്നു. ഉറക്കമില്ലാത്ത കണ്ണുകൾ അദ്ദേഹത്തിന്റെ കണ്ണുകളെ, കണ്ണിന്റെ ചുറ്റുപാടും അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ചുറ്റും പാടുകൾ വീട്ടിയിരിക്കുകയാണ്. അദ്ദേഹം വളരെ ദിവസങ്ങളായി സ്വസ്ഥമായി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ വിളിച്ചു പറയുന്നു. ദുഃഖം അദ്ദേഹത്തെ ശക്തമായി പിടികൂടിയിരിക്കുകയാണ്. പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് വന്ന ദുഃഖത്തിന്റെ പരവേശതയുമായി ശരീരം ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന അവനെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, യാ ഫുലാൻ മാലീ അറാക മഹ്സൂന. അല്ലയോ മനുഷ്യ, അൻസാരിയായ എന്റെ സഹോദര, എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്? യാ ഫുലാൻ മാലീ അറാക മഹ്സൂന. ഞാൻ നിന്നെ ദുഃഖിതനായി കാണുന്നുണ്ടല്ലോ എന്ന് അൻസാരിയുടെ മുഖത്ത് നോക്കി പ്രവാചകൻ പറയുന്നു. ഫഖാല, അദ്ദേഹം പറയുന്നു, ലാ നബിയല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് എന്റെ മനസ്സിനെ അധികം വിലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകരെ, മാഹു, എന്താണ് ആ പ്രയാസം? നിന്റെ പ്രവാചകനാണിത്. നിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞാലുമെന്ന് സ്നേഹനിധിയായ പ്രവാചകൻ സന്തത സഹചാരിയായ സഹാബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണ്, നഹ്നു നഗ്ദു അലൈക വനറൂഹു നൻദുറു ഇലാ വജ്ഹിക വനുജാലിസുക.
പ്രവാചകരെ, താങ്കളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ താങ്കളെ ഒന്ന് കാണണമെന്ന് പൂതിയാകുമ്പോൾ, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് താങ്കളെ ഒന്ന് കാണണമെന്ന് ഏത് സമയത്താണോ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് മസ്ജിദ് നബിയുടെ ഓരത്ത് താങ്കൾ നിർമ്മിച്ച ആ പള്ളിക്കുടിലുകൾ ഉണ്ടല്ലോ, ആ കുടിലിന്റെ ഓരത്ത് വന്നാൽ താങ്കൾ പുറത്തിറങ്ങി വന്ന് താങ്കളെ ഒന്ന് ദർശിച്ച് ഞങ്ങൾക്ക് തിരിച്ചു പോകാം. അതുപോലെ തന്നെ താങ്കളുടെ കൂടെ അല്പമെങ്കിലും ഒന്നിരുന്ന് ഞങ്ങൾക്ക് ദിവസവും താങ്കളുടെ ആ സഹവാസം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ ഇതാ വിട്ടുകടക്കുകയാണ് എന്ന തോന്നൽ എന്നെ ഇതാ ബാധിച്ചിരിക്കുകയാണ് പ്രവാചകരെ. വഗദൻ, ആ നാളെയാകട്ടെ, നാളെ ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആദ്യമായി ഭൂമി ലോകത്തു നിന്ന് വിട പറയുന്നുവല്ലോ പ്രവാചകരെ. ഒന്നുകിൽ ഞാനായിരിക്കും താങ്കളിൽ നിന്ന് വിട പറയുക, അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളിൽ നിന്നും വിട പറയും. പിന്നീട് എന്ത് സംഭവിക്കും? താങ്കൾ പിന്നീട് ആ പ്രവാചകന്മാരും ആ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ താങ്കൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പറന്നു പോകും. ഞാനാകട്ടെ സ്വർഗപ്രവേശനം സാധ്യമായാൽ തന്നെ സാധാരണക്കാർ വസിക്കുന്ന ആ സ്വർഗത്തിൽ ഞങ്ങൾ താമസിക്കേണ്ടി വരും. താങ്കളുടെ അടുത്തേക്കൊന്ന് കടന്നു വരാൻ, താങ്കളുടെ സ്വർഗത്തിലേക്കൊന്ന് കടന്നു വന്ന് താങ്കളെ ഒന്ന് ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. താങ്കളെ വൈകുന്നേരവും രാവിലെയും കണ്ട് മടങ്ങിപ്പോകാമെന്ന പൂതി ഭൂമി ലോകത്ത് നിന്ന് അസ്തമിക്കുകയാണല്ലോ പ്രവാചകരെ എന്ന് പ്രായമധികരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ വലിയ വേദനയായി. ഉറക്കമില്ലാത്ത രാത്രികളാണ്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, നേർക്കുനേരെ മനസ്സമാധാനത്തോടുകൂടെ ഒന്ന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തെ ക്ഷീണിപ്പിച്ചത് അതാണ് പ്രവാചകരെ എന്നാണ്. എന്താ സംഭവം? അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അത്യധികമായ സ്നേഹം സഹാബാ കിറാമുകളെ എത്രമാത്രമാണ് സ്വാധീനിച്ചത് എന്നാണ് ഈ ചരിത്ര സംഭവം നമ്മെ സൂചിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുക, ശരീരം ക്ഷീണിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴാതുണ്ടാകുക? മനസ്സിന് എന്ത് ഭക്ഷണം കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. മനസ്സിന് സമാധാനം വേണം. അൻസാരിക്ക് എന്താ സമാധാനക്കേട്? വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, തന്റെ കൂടപ്പിറപ്പുകളാരും കൊല്ലപ്പെട്ടിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണുക എന്നത്, ആ സഹവാസമാണ് ആ സഹാബി ആഗ്രഹിക്കുന്നത്. പക്ഷേ മരണം സംഭവിച്ചാൽ പിന്നീടുണ്ടാകുന്ന കാര്യങ്ങൾ ആലോചിച്ച് വിധയിലാകുന്ന അൻസാരി അത് കേട്ടപ്പോൾ പ്രവാചകനൊന്നും മറുപടി പറയാനുണ്ടായില്ല. പ്രവാചകനതാ മൗനം പാലിക്കുകയാണ്. ഒന്നും പറയാനില്ലാതെ മൗനം പാലിക്കുകയാണ് പ്രവാചകൻ. ആ ഹൃദയത്തിലേക്ക്, അൻസാരിയുടെ ഹൃദയത്തിൽ തുടിക്കുന്ന വിഷമം അത് കാപട്യമല്ല, അതൊരിക്കലും വെറുതെ പൊയ് വാക്കുകളല്ല, പ്രവാചകനെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പഞ്ചാര വാക്കുകളല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിനെ 7 ആകാശത്തിന്റെ മുകളിൽ നിന്നും ആയത്തായി അതാ അവതരിപ്പിക്കുകയാണ്. ആയത്തുമായി പറഞ്ഞയക്കുകയാണ് അല്ലാഹു. എന്താണ്? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. 7 ആകാശത്തിന്റെ മുകളിൽ നിന്നും ഈ അൻസാരിയുടെ ഹൃദയത്തിലെ വിഷമം മനസ്സിലാക്കി അള്ളാഹു ഒരു ദൂതനെ പ്രത്യേകമായി ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് ഒരു ഖുർആനിന്റെ സൂക്തമായി സന്തോഷവാർത്തയായി നൽകുകയാണ്. ആ വചനം അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷത്തോടു കൂടെ അതാ ആ സഹാബിക്കതാ ഓതിക്കൊടുക്കുകയാണ്. ഫാതാഹു ജിബ്രീലു ബിഹാദിഹിൽ ആയ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ ആയ ഫബഅസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബശറഹു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്തോഷ വാർത്ത നൽകുകയാണ്. പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നും താങ്കളുടെ ജീവനേക്കാൾ കൂടുതൽ, മക്കളെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു. പക്ഷേ ആ എന്നോട് ഉള്ള സഹവാസം ഒരിക്കലും താങ്കൾക്ക് നഷ്ടപ്പെടുകയില്ല. അതിന് താങ്കൾ ചെയ്യേണ്ടത് എന്താ? ആരൊരുത്തൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് താങ്കൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം അങ്ങോട്ട് ജീവിച്ചാലുണ്ടല്ലോ, അക്കൂട്ടർ അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹിച്ച ഒരു ഗ്രൂപ്പായ ആളുകൾ നാളെ പരലോകത്തിൽ സ്വർഗത്തിലുണ്ട്. അവരൊക്കെയാണ് മിനൻ നബിയ്യീന, അത് പ്രവാചകന്മാരാണ്, വസ്സിദ്ദീഖീന, അത് സിദ്ദീഖുകളാണ്, വശുഹദാ, അത് രക്തസാക്ഷികളാണ്, വസ്സാലിഹീൻ, അത് സാലിഹുകളാണ്,
അവരുടെ കൂട്ടത്തിൽ തന്നെ വസിക്കാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന സന്തോഷ വാർത്തയ്ക്ക് കാരണമായത് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച ഒരു സഹാബിയുടെ മനോവ്യതയുടെ കാരണം കുറിച്ചുകൊണ്ട് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട ആയത്ത് ഖുർആനിൽ അവതരിക്കുകയാണ്. എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹങ്ങൾ ആ സഹാബാ കിറാമുകളെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു എന്നാണ്. അതിനുള്ള മരുന്നെന്താ? അതിനെന്താ മരുന്ന്? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ടോ ഇന്ന് ആ പ്രവാചകനെ എങ്ങനെയാണ് ആ സ്വർഗപ്രവേശനം സാധ്യമാകേണ്ടത്? ആരൊരുത്തൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്നുവോ ആ ആളുകളാണ് അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞില്ലേ. ഏറ്റവും അധികം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന പ്രകടമായതിന്റെ ലക്ഷണങ്ങളാണ് ആ പ്രവാചകനെയും ആ പ്രവാചകന്റെ ചര്യകളും ആ അള്ളാഹുവിന്റെ വചനങ്ങളും ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കുകയാണ് അതിനുള്ള മാർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാവർക്കും ബാധകമാണ്, നമുക്കും ബാധകമാണ്. അതില്ലെങ്കിലോ, അത് ചെയ്യണില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് വിഷമതകൾ കാണിക്കുകയോ വൈമുഖ്യം കാണിക്കുകയോ അത് ആധുനിക സമൂഹത്തിന് പ്രായോഗികമല്ല എന്ന് ചിന്തിക്കുകയോ മാനസികമായി അതിനോട് വെറുപ്പുണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടായാൽ എന്തായി? അതിന്റെ മറുമരുന്നാണ്. എന്താണ്? മൻ അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. കാത്തിരുന്നുകൊള്ളുക എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുക, ആ സ്നേഹത്തിന്റെ രൂപം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുകയാണ് അതിനുള്ള മാർഗം. അതിനോട് വിമുഖത കാണിക്കൽ പ്രവാചകന്റെ സ്നേഹത്തിനെതിരായിട്ടുള്ള ധിക്കാര മനോഭാവങ്ങളാണെങ്കിൽ അത് വലിയ അപകടമാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ശിരസാനുവധാനം ചെയ്യുകയും ആ പ്രവാചകന്റെ സുന്നത്തുകൾ ഓരോന്നായി ജീവിതത്തിൽ പകർത്തുകയും പ്രവാചകൻ കൊണ്ടുവന്ന ഹദീസുകളും പ്രവാചകൻ കൊണ്ടുവന്ന സുന്നത്തുകളെയും പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാതെ ജീവിതത്തിൽ പകർത്തുകയും അത് മനസ്സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സംജാതമായാൽ അതാണ് പ്രവാചക സ്നേഹം എന്ന് പറയാം. ആ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം. ആ പ്രവാചകൻ നിങ്ങൾക്ക് വിരോധിച്ചത് വെറുപ്പെന്ന നിലയ്ക്ക് നിങ്ങൾ അത് കൈയൊഴിക്കുകയും വേണം. നിങ്ങളുടെ ബുദ്ധികളും നിങ്ങളുടെ യുക്തികളും ഒന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾക്ക് മുമ്പിൽ പ്രയോഗിച്ച് പ്രവാചകനോടുള്ള സ്നേഹത്തെ നിങ്ങൾ ഒരിക്കലും തകർത്ത് കളയരുത്. അതൊരിക്കലും തകർത്ത് കളയാൻ പാടില്ല. അതാണ് സഹാബാ കിറാമുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിക്കുന്നതോടുകൂടെ തന്നെ ജീവിതത്തിൽ പകർത്താനുള്ള വെമ്പലുകളാണ് സഹാബാ കിറാമുകൾക്കുണ്ടായിരുന്നത്. ആ പ്രവാചകന്റെ ഏത് ചര്യകളും അനുവദാനം ചെയ്യുകയും പ്രവാചകൻ ജീവിക്കുന്ന ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിലൂടെ പ്രവാചകനിലേക്ക് പ്രവാചകന്റെ സ്നേഹത്തെ അവർ കരകടമാക്കുകയും ചെയ്യുന്നു. സഹാബാ കിറാമുകളുടെ ജീവിതമാണ് അതിനേറ്റവും വലിയ മാതൃക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അത്രയും ശക്തമായിട്ടായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയാണ് റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സഹാബി. അദ്ദേഹം പ്രവാചകന്റെ അടുത്തു നിന്ന് പ്രവാചകൻ ഇശാ നമസ്കാരം കഴിയുന്നത് വരെ അദ്ദേഹം പ്രവാചകന്റെ കൂടെ അങ്ങനെ ഇരിക്കും. എന്നിട്ടോ നമസ്കാര ശേഷം കഴിഞ്ഞാൽ ആ സഹാബി എല്ലാവരും വാതിലടച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം പോകുന്നത് പോലെ അദ്ദേഹവും അഭിനയിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് അദ്ദേഹവും പോകും. ഏറ്റവും അവസാനം പ്രവാചകനിൽ നിന്നും വിട്ടകന്ന് പോകുന്ന സഹാബി അതാരാണ്? റബീഅത്ത് ബിനു കഅബുൽ അസ്ലമിയാണ്. അദ്ദേഹം അങ്ങനെ പോയാൽ എന്താ അദ്ദേഹത്തിന്റെ പടി? അദ്ദേഹം പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പ്രവാചകന്റെ കഥകിന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് ആ സഹാബി. അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം നബിന്റെ വാതിലേക്ക് അവിടെ ഇരിക്കുക. എന്താ എന്തിനാ വാതിലേക്ക് ഇരിക്കണത്? ഞാൻ നബിയുടെ വീടിന്റെ വാതിൽക്കൽ അങ്ങനെ ഇരിക്കും രാത്രി. ഞാൻ പോകില്ല, എനിക്ക് പിറകി പോകാൻ തോന്നില്ല. കാരണം എന്താ? നബി എങ്ങാനും രാത്രി നീക്കുമ്പോ നബിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവൂലേ? ആവശ്യം ഉണ്ടാകുമ്പോ നബിനെ ഹെൽപ്പ് ചെയ്യാൻ ആരാപ്പുള്ളത്? നമ്മളൊക്കെ പോയി പടക്കാരൻ നോക്കിയാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ പണി എന്താണെന്നറിയോ? പ്രവാചകൻ വസിക്കുന്ന വീടിന്റെ കതകിന്റെ ആ ചോരത്തിങ്ങനെ ഉറക്കമിളച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. പ്രവാചകൻ എണീക്കുമ്പോ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് നീച്ചിട്ട് അപ്പോൾ വന്നതുപോലെ അദ്ദേഹം പ്രവാചകനോട് എന്താണ് വേണ്ടത് എന്ന് ആദ്യം ചോദിക്കുന്ന വ്യക്തി റബീഅത്ത് ബിനു കഅബുൽ അസ്ലമിയാണ്. ഒരു ദിവസം അദ്ദേഹം ചോദിക്കാം,
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചോദിക്കാതെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒളുവിനുള്ള നമസ്കാരത്തിന്റെ ഒളുവിനുള്ള വെള്ളം അദ്ദേഹം കൊണ്ടുവന്നു കൊടുക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ രംഗം പറയുന്നുണ്ട്. എന്താണ്? ഞാൻ ആ വാതിൽക്കലിരിക്കുമ്പോൾ വീട്ടിന്റെ അകത്തു നിന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദമുണ്ട്. 1 കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിലുള്ള ഒരൊറ്റ നായകനും കാണാൻ കഴിയാത്ത ഒരു വ്യക്തി ഗുണമാണ് പ്രവാചകനിൽ കാണുന്നത്. സ്വർഗം നരകം എന്നതിൽ ഏറ്റവും ശക്തമായി വിശ്വസിക്കുന്ന പ്രവാചകനാണല്ലോ. ആ പ്രവാചകൻ എങ്ങനെ ഉറക്കം വരും? 1 കഴിഞ്ഞാൽ ആ പ്രവാചകൻ എണീക്കുകയാണ്. എന്നിട്ട് നമസ്കരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. സമി അല്ലാഹു ലിമൻ ഹമിദ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിഞ്ഞ സ്വരത്തിലുള്ള ഈ ശബ്ദം ഇങ്ങനെ കേൾക്കും. വീട്ടിന്റെ അകത്തുനിന്ന് എന്താ കേൾക്കുന്നത്? സമി അല്ലാഹു ലിമൻ ഹമിദ, സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ അകത്ത് നിസ്കരിക്കുക. എന്താ നിസ്കരിക്കണത്? ഈ പ്രവാചകൻ ഈ സഹാബിമാർ അനുജനന്മാർ എന്താണോ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്നതിൽ ശക്തമായി വിശ്വസിക്കുന്നവനും ശക്തമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. പ്രബോധകന്മാരെ ശ്രദ്ധിക്കണം. ജനങ്ങളോടൊരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഒരു ഇബാദത്തിനെ കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ, ആ കാര്യത്തിൽ ഏറ്റവും അധികം വിശ്വാസമുണ്ടാകേണ്ടത് പ്രബോധകന്മാർക്ക് മാത്രം തന്നെയാണ്. ആ കാര്യത്തിൽ ഏറ്റവും അധികം ആത്മാർത്ഥതയുണ്ടാകേണ്ടതും പ്രബോധകന്മാർക്ക് മാത്രമാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രബോധകന്മാരുടെ ആദ്യത്തെ മാതൃക. മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ ഒരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി ജീവിതത്തിൽ അത് പരിപാലിച്ചിരുന്നത്, പറയുന്നതിനേക്കാൾ ശക്തമായി ജീവിതത്തിൽ പുലർത്തിയിരുന്നത് മുഹമ്മദൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് ആ പ്രവാചകന്റെ അടുത്ത് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ റബിയ. അങ്ങനെയാണല്ലോ, പ്രവാചകന് ഇഷ്ടമുണ്ടായി കഴിഞ്ഞു, അങ്ങനെ തനിക്ക് ഖിദ്മത്ത് എടുക്കണം. അപ്പൊ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ റബിയ, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് റസൂൽ. ഹല്ലക ഹാജത്തുൻ, അനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. റബിയ അത് കേൾക്കാൻ വേണ്ടി നിൽക്കുക. എന്തിനാ പോയി കാത്തുക്കളി വാതിൽക്ക്? കുറെ കാലമായിട്ട് കാത്തുക്കുണ്ട്. അപ്പോൾ ചോദിച്ചു, ഹല്ലക ഹാജ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ കാല ഫഖുൽതു യാ റസൂലല്ലാഹ്. അപ്പൊ തന്നെ ചോദിച്ച് വായ കൂട്ടിയില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, മുറാഫഖതുക ഫിൽ ജന്ന. പ്രവാചകരെ, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. സ്വർഗം എന്നല്ല ചോദിച്ചത്, പിന്നെന്താ വേണ്ടത്? മുറാഫഖതുക, സ്വർഗമാണ്. പക്ഷെ ഏതെങ്കിലും സ്വർഗം കിട്ടിയാ പോരാ, താങ്കളുടെ കൂടെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണം. താങ്കൾ വസിക്കുന്ന ആ സ്വർഗമുണ്ടല്ലോ, ആ സഹവാസമുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത് എന്നാണ് ആ റബിയ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതല്ലാതെ മറ്റെന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ എന്ന്. ല ല, അതന്നെ മതി, എനിക്ക് സ്വർഗം തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചപ്പോഴും അതൊന്നും എനിക്ക് വേണ്ട, തരികയാണ്, കിട്ടുകയാണെങ്കിൽ സ്വർഗം കിട്ടിയാൽ മതി. എങ്ങനെയുണ്ട്? ആദ്യമായി സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉത്തരം കിട്ടുന്ന ഒരു സമയം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമായി വായിൽ നിന്ന് പുറത്തു വരേണ്ടത് അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. اللهم إني أسألك الجنة وما قرب إليها من قول وعمل. اللهم إني أسألك الجنة وما قرب إليها من قول وعمل. സത്യവിശ്വാസികൾ അങ്ങനെയാണ്. ഉത്തരം കിട്ടുന്ന ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ട് എന്ന് ഒരു സത്യവിശ്വാസിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി വായിൽ നിന്നും പുറത്തു വരേണ്ടത് റബ്ബേ എനിക്ക് നീ സ്വർഗം നൽകണേ എന്നാണ്. അത് ആദ്യം അവിടെ സേഫ് സൈഡ് ആക്കി വെക്കുക. എന്ത്? ആദ്യം നമ്മൾ സ്വർഗം സേഫ് സൈഡ് ആക്കുക. ദുനിയാവിലുള്ള കച്ചവടം, ബിസിനസ്സും ജോലിയും അതൊക്കെ വരുന്നവർക്ക് പിന്നെ അതിന്റെ ബൈദബൈയാണ്. ഇത് കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് പരലോകത്തിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. മരണത്തോടുകൂടെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് പരലോകത്തിലേക്ക് തിരിക്കുന്ന രംഗമാണ് ഭൂമിയിലെ ഹ്രസ്വകാലമായ ജീവിതം. അവിടേക്ക് വേണ്ട ആദ്യത്തെ കാര്യം ആദ്യമായി ചോദിക്കണം. ഉംറക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ട എന്താ? ഉംറക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായി മുൽത്തസിമിലെത്തിക്കഴിഞ്ഞതിന് ഭൗഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു പടച്ചതമ്പുരാനെ, ഏതാ സ്വർഗം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്തുൽ ഫിർദൗസ്. അല്ലാഹുവേ, ഫിർദൗസ് ആകുന്ന സ്വർഗത്തെ എനിക്ക് നൽകണേ എന്ന് ആദ്യമായിട്ട് ചോദിക്കണം. ഇതാണ് സത്യവിശ്വാസികൾ ആദ്യമായി ചെയ്യേണ്ടത്. ഇത് റബിയയുടെ ചോദ്യത്തിൽ നിഴലിച്ചു നിൽക്കുകയാണ്. ഇതാണ് സഹാബാ കിറാമുകൾ എന്ന് പറഞ്ഞ. നമുക്ക് ആദ്യം തന്നെ ഉംറക്ക് ഓർമ്മയില്ല എപ്പോഴാ? എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുമ്പോ
അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് ടെർമിനേഷൻ നോട്ടീസ് കിട്ടുമ്പോൾ കെഫീൽ ഖുറൂജ് അടിക്കും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ പള്ളിയിൽ പെട്ടെന്ന് കാണും. എന്താ ഓല അവസാനം പള്ളിയിൽ നിന്ന് പോകുന്ന ആൾക്കാർ കാരണം എല്ലാവരും ഞാൻ അങ്ങനെ ഇരിക്കണ പോലെ എല്ലാവരും കുറ്റപ്പെടുത്തല്ല. അപ്പൊ നമുക്കൊരു പ്രത്യേക ഭക്തിയ, അപ്പൊ തഹജ്ജുദും ഖിയാമുല്ലയിലും എല്ലാ പരിപാടിയും അപ്പൊ കൂട്ടത്തോടു കൂടെ ഓർമ്മ വരും. എന്താ ഭൗതികമായ ഷോക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാകുമ്പോ അപ്പോഴല്ല, യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്താണ്? സന്തോഷത്തിന്റെ അവസരങ്ങളിൽ റബ്ബിനെ ഓർത്തു കഴിഞ്ഞാൽ വിഷമത്തിന്റെ അവസരങ്ങളിൽ റബ്ബ് നമ്മെ ഓർക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ പ്രവാചകന്റെ കൂടെ സ്വർഗപ്രവേശനം അദ്ദേഹം ചോദിക്കണം. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുക്കണം, എന്താ ഇവിടെ കുത്തിർന്നാ കുറച്ച് മൗലൂദ് അങ്ങോട്ട് ചൊല്ലിക്കും എന്നെ പറ്റിയിട്ട്. എന്താ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, എന്നിട്ട് നീ വാതിൽക്ക കുത്തുന്ന ചൊല്ലിക്കോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസറത്തുസ് സുജൂദ്, അല്ലയോ റബീഅയെ നീ എന്നെ സഹായിക്കണം, നിനക്ക് സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള ശുപാർശകൾ ഞാൻ അല്ലാഹുവിനോട് നിനക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അതോടുകൂടെ തന്നെ നീ എന്നെ സഹായിക്കണം. എങ്ങനെ? കസറത്തുസ് സുജൂദ്, എന്റെ മുറാഫഖത്ത് കിട്ടാൻ. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് പ്രവാചകൻ സംസാരിക്കുന്ന പ്രവാചകൻ പറയുന്നത് ഒരു ഉപാധി എന്താ? കസറത്തുസ് സുജൂദ്, നിസ്കരിക്കുക കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ആകെ നിസ്കാരം എത്ര? 12 റക്അത്ത്, പിന്നെ ഇത് 11. അല്ലല്ല, നമുക്ക് നമസ്കരിക്കാൻ നിരോധിക്കപ്പെട്ട സമയമല്ലാത്ത സമയത്തൊക്കെ നമുക്ക് നമസ്കരിക്കാനുള്ള അനുവാദമുണ്ട് എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നിരോധിച്ച സമയമുണ്ട്. കുറച്ച് സമയങ്ങൾ, ഉദയസമയം, നട്ടുച്ച നേരം, അസ്തമയ സമയം, ഈ സമയത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലാത്ത സമയത്ത് നമസ്കരിക്കാനുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് നമസ്കരിക്കാം. രാത്രി അത്രയും വേണമെങ്കിൽ നീച്ച് നമുക്ക് നമസ്കരിക്കാം. ഖിയാമുൽ ലൈലി എന്ന ഉദ്ദേശത്തോടു കൂടെ 11 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അല്ലാത്ത നമസ്കാരം ഇപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അസറിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് പെട്ടെന്ന് നമസ്കരിക്കാൻ തോന്നാണ്, നമസ്കരിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അതാണ് ഉലമാക്കൾ അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞ അതാണ്. അപ്പോൾ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളാണ് നമസ്കാരം അധികരിപ്പിക്കുക എന്നത്. ഇഖ്ലാസോടുകൂടെ നമസ്കരിക്കുക എന്നത് റബ്ബിന്റെ ഏറ്റവും അടുത്ത് തന്നെ റബ്ബിന്റെ തൃപ്തികരമാക്കാനുള്ള കുറുക്കുവഴികളിൽ ഒന്നാണ്. ഒരു ചെലവുമില്ലാതെ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഏറ്റവും എളുപ്പ വഴികളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റബീഇന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മുറാഫഖത്തുക അൽ ജന്ന, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് എന്താ? താങ്കൾ എന്തു ചെയ്യണം? നിങ്ങൾ സുജൂദ് അധികരിപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകൾ അനുവധാനം ചെയ്യുകയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രവാചകൻ കൽപ്പിച്ച സുന്നത്തുകൾ ഒന്നുപോലും ഒഴിവാക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. ഒരു മുതൽ മുടക്കില്ലാത്തത്. നേരം പുലർന്നു കഴിഞ്ഞാൽ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള ശക്തമായ വിശ്വാസവും പ്രവാചക സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി ഫഹുവ മഈ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള കുറുക്ക് വഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാണ്. മൻ അഹബ്ബ സുന്നത്തി, ആരൊരുത്തൻ എന്റെ സുന്നത്തിനെ സ്നേഹിച്ചോ ഫഹുവ അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. മൻ അഹബ്ബനി, ആരൊരുത്തൻ എന്നെ സ്നേഹിച്ചുവോ ഫഹുവ മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിന്റെ കൂടെ തന്നെ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാം. അതിനെന്താ? റസൂലുള്ളാഹി ചെയ്ത സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക. ഇത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ചെയ്തിരുന്നു എന്നാണ്. ഈ സുന്നത്തിനെ ജീവിതത്തിൽ വളരെ കൃത്യമായി പാലിക്കണം. അവർക്ക് മാത്രമാണ് സ്വർഗ്ഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വിഭാഗം നാളെ പരലോകത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നും അകറ്റപ്പെടുകയും എന്നിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുകയും ചെയ്യുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനും ശ്രദ്ധിക്കണം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് അബീ ഹാസിം പറയാണ്. എന്താണ് പ്രവാചകൻ പറയുന്നത്? അന ഫറത്തുക്കും അലൽ ഹൗലി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആ ഹൗലിന്റെ അടുക്കൽ ഇങ്ങനെ കോപ്പ പിടിച്ചു ഞാൻ ഇരിക്കും. അവരെ ആരൊരുത്തൻ എത്തിച്ചേർന്നോ ഞാൻ അവന് കോപ്പയിൽ നിന്ന് ഞാൻ അവന് മുക്കിക്കൊടുക്കുമെന്നാണ്. വമൻ ശരിബ ലം, ആ ആരൊരുത്തൻ അതിൽ നിന്ന് കുടിച്ചുവോ ലം യദ്മഅ ബഅദഹു അബദാ, ആ ഹൗലിൽ നിന്ന് കുടിച്ചവന് പിന്നെ ദാഹമുണ്ടാവുകയില്ല.
അങ്ങനെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ഹൗദിന്റെ അടുത്തേക്ക് ആളുകൾ കൂട്ടത്തോടുകൂടെ കടന്നു വരുന്നു. എന്റെ ഉമ്മത്തുകൾ അതാ ഒരു കൂട്ടം ആളുകൾ അതാ കടന്നു വരുന്നു. അലാ ഖുവാമുൻ, ഒരു സമൂഹമാണത്. ആരിഫുഹും, അവരെ എനിക്കറിയാം, അവർക്ക് എന്നെയും അറിയാം. അങ്ങനെ മുഖപരിചയമുള്ള ഒരു സമൂഹമാണ് കടന്നു വരുന്നത്. പക്ഷേ അടുത്തെത്തുമ്പോഴേക്കും എനിക്കും അവർക്കുമിടയിൽ അതാ മറയിട്ട് കൊടുക്കുകയാണ്. ആ മറയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ എണീറ്റ് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, എന്റെ ഉമ്മത്തുകളാണ് എന്ന് ഞാൻ അതാ വിളിച്ചു പറയുകയാണ്. എന്റെ ഉമ്മത്തുകളാണ്, എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ പറയും, നിനക്ക് ശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കി തീർത്ത കോലാഹലങ്ങളും വിദഅത്തുകളും ആ ഉണ്ടാക്കി തീർത്ത നിന്റെ ഉമ്മത്തുകളാണ് എന്ന് പറഞ്ഞു നടന്നവരാണിവർ എന്ന് അവരെ കുറിച്ച് ആക്ഷേപം ബോധിപ്പിക്കുകയും നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. വേറെ റിവായത്തിലുള്ളത്, ഒട്ടകങ്ങളെ തെളിച്ചാട്ടിവിടുന്നത് പോലെ, വഴിതെറ്റിയ ഒട്ടകത്തെ അടിച്ചാട്ടുന്നത് പോലെ മലായിക്കുകൾ ചമ്മട്ടി പ്രകരം കൊണ്ട് നരകത്തിലേക്ക് തൊളിച്ചു കൊണ്ടുപോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട വൃത്തികെട്ട ആളുകളെയാണ് ആ ഹൗദിന്റെ അടുത്ത് നാട്ടി അകറ്റപ്പെടുന്നത് എന്നാണ്. അവർക്കുള്ള കുഴപ്പം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കാതെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ സമൂഹത്തിൽ കൊണ്ടാടിക്കൊണ്ട് സമൂഹത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയെ മലീമസമാക്കുന്ന വൃത്തികെട്ട ആളുകളാണ് ഹൗദിന്റെ അടുത്തു നിന്നും ആട്ടി അകറ്റുന്നത് എന്നാണ് പ്രവാചകൻ പറയും. ഫഖൂലു സുഹഖൻ 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 സുഹഖൻ, നാശം നാശം, വിട്ടകന്നു പോകൂ എന്ന് ഞാനും എണീറ്റ് എന്റെ മരത്തിൽ പുതുതായി ബിദ്അത്തുകൾ കൂട്ടിക്കൊണ്ടുവന്ന ആളുകളെ ഞാനും ആക്ഷേപിച്ച് ആട്ടി അകറ്റുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എത്ര അർത്ഥവത്താണത്! ഇത് പ്രവാചകന്റെ സ്നേഹത്തിന്റെ ശുദ്ധമായ മാതൃകകൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഈ പ്രവാചകനെ അത്രയധികം ജീവിതത്തിൽ സ്നേഹിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ പോലെ രണാങ്കണങ്ങളിൽ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പതിക്കുന്ന അമ്പുകളൊക്കെ വിരിമാറുകൾ കൊണ്ട് തടുക്കുകയും കൂരമ്പുകളേറ്റ് 37ഓളം മുറിവുകൾ ആ അബൂ ഉബൈദത്തുൽ ജറാഹ് തൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ ശരീരത്തിൽ പതിക്കുമ്പോഴും ഒരമ്പ് പോലും പ്രവാചകന്റെ ശരീരത്തിൽ ഏൽക്കാൻ അനുവദിക്കാതെ 8ഓളം അൻസാരികളും മുഹാജിറുകളും അവിടെ പ്രവാചകന്റെ മുമ്പിൽ രക്തസാക്ഷിത്വം വഹിച്ചു വീഴുമ്പോഴും ആ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു പോലും ഏൽക്കാൻ അനുവദിക്കാത്ത സഹാബാക്കിറാമുകൾ. അങ്ങനെയായിരുന്നു പ്രവാചകൻ സ്നേഹിച്ചിരുന്നത്. പ്രവാചകന്റെ ആ ബദർ യുദ്ധ സമയത്ത് പ്രവാചകന്റെ കൂടാരത്തിന് കാവൽ നിൽക്കാൻ ധൈര്യശാലി ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ രണശൂന പരാക്രമികളായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരപരാക്രമികളൊക്കെ പിൻവലിഞ്ഞു നിൽക്കുകയാണ്. പല കോലാഹലങ്ങൾ, വലിയ അപകടം പിടിച്ച സമയത്ത് പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ധീരന്മാരായ പലരും പിൻവാതിലൂടെ പിന്നിലേക്ക് മാറി നിൽക്കുമ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആരുണ്ട് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ ധീരനെന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അലിയെ താങ്കളാണ് ഏറ്റവും വലിയ ധീരൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ല ധീരൻ, അബൂബക്കറാണ് ധീരനെന്ന് വിളിച്ചു പറയുകയാണ്. ഏതാണ് രംഗമെന്ന് ചോദിച്ചപ്പോൾ ബദർ യുദ്ധ രണാങ്കണത്തിന്റെ സമയത്ത് പ്രവാചകന്റെ കൂടാരത്തിന് കാവൽ നിൽക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഹൃദയം പടച്ച സന്ദർഭത്തിൽ അബൂബക്കർ, ഞാനാണ് ആ കൂടാരത്തിന് കാവൽ നിൽക്കുന്നതെന്ന് ധൈര്യമായി പറയാൻ ഒരേ ഒരു വ്യക്തിയെ അവിടെ എണീറ്റ് നിന്നിരുന്നുള്ളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജറ പോകുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ മുമ്പിലൂടെ നടക്കുകയാണ് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ പുറകിലേക്ക് മാറി നിൽക്കും. എന്താണ് സിദ്ദീഖേ, താങ്കൾ എന്നെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കണമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകരെ, താങ്കളുടെ മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് താങ്കളെ ഉപദ്രവിക്കുമെന്ന ഭയം എന്നെ സ്വാധീനിക്കുന്നു. എന്റെ പിന്നിൽ നടക്കുമ്പോൾ, താങ്കളുടെ പിന്നിൽ നടക്കുമ്പോൾ മുന്നിൽ നിന്ന് വല്ല അക്രമം ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു പ്രവാചകരെ. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എത്രമാത്രം പ്രവാചകനോട് അതിരറ്റ സ്നേഹമുള്ള സഹാബാക്കിറാമുകൾ. പക്ഷേ ആ പ്രവാചകൻ ജീവിച്ചിരുന്ന 23 സംവത്സരങ്ങൾക്കൊരിക്കലെങ്കിലും ആ പ്രവാചകൻ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നിട്ട് ആ റബീഉൽ അവ്വൽ മാസത്തില് ആ പ്രവാചകൻ പറയാണ്, മൻ സല്ലാ അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ആരൊരുത്തൻ എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവന്റെ പേരിൽ 10 അനുഗ്രഹം അല്ലാഹു ചൊരിയുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരിക്കലും സത്യവിശ്വാസിയാവുകയില്ല
നിങ്ങളിൽ ഒരിക്കലും സത്യവിശ്വാസിയാവുകയില്ല. ഏതുവരെ എന്നേക്കാൾ നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ ആരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകനെ പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായിട്ട് അവരോട് പറയാണ്. ആ പ്രവാചകൻ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെങ്കിലും ആ പ്രവാചകൻ റബീഉൽ അവ്വൽ മാസം കടന്നു വന്നപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞില്ല, കൂട്ടരെ എന്റെ ജന്മദിനമാണ്, എന്നെ സ്നേഹിക്കണം നിങ്ങൾ, അതുകൊണ്ട് എന്റെ ജന്മദിനമായതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിങ്ങളൊന്ന് സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരക്ക എടുത്തുകൊണ്ട് 4 ചീന്താക്കി അബൂബക്കറിനും ഉമറിനും അലിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീതിച്ചു നൽകുകയോ ചെയ്തിരുന്നുവെങ്കിൽ ചെമ്പ് കണക്കിന് ബിരിയാണി വെച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാമായിരുന്നു. പ്രവാചകൻ അത് ചെയ്തില്ല. പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ഈ സഹാബാ കിറാമുകളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റബീഉൽ അവ്വൽ മാസം കടന്നു വന്നിട്ട് ആ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് പ്രവാചകനെ ഒരിക്കലും സ്നേഹപ്രകടനം നടത്തിയില്ല. ഓൽക്കൊന്നും പ്രവാചകന്റെ സ്നേഹം ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നാളെ സ്വർഗപ്രവേശനം സാധ്യമാവില്ല എന്നും നിങ്ങളിൽ ആർക്കും മൂമിനാകില്ല എന്നും പറഞ്ഞ പ്രവാചകനെ സ്നേഹിക്കാനുള്ള റബീഉൽ അവ്വൽ മാസം പ്രവാചകൻ മൂടിവെച്ചതാകുമോ? സത്യവിശ്വാസികൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള മാർഗം എന്ന നിലക്ക് തുറന്നു കിടക്കേണ്ടുന്ന ആ വാതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂടിവെച്ചതാണോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കടക്കേണ്ടുന്ന ഒരു മാർഗവും അള്ളാഹുവിന്റെ പ്രവാചകൻ മൂടിവെച്ചിട്ടില്ല. പിന്നെ തന്റെ ജന്മദിനം ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനൊരു പെരുമനടിക്കലാണ് എന്ന് വിശ്വസിക്കുന്നവനാണോ പ്രവാചകൻ? അല്ല. കാരണം പ്രവാചകൻ മൻ സല്ലാ അലയ്യ സലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ അസ്റ എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞത്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി ഫഹുവ മഈ ഫിൽ ജന്ന എന്ന് പറഞ്ഞതും അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നിങ്ങളിൽ ഒരിക്കലും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. എന്നെയും നിങ്ങളുടെ സന്താനങ്ങളെയും പിതാക്കളെയും ഭാര്യ മക്കളെക്കാൾ കൂടുതലൊക്കെ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മൂമിനാവില്ല എന്ന് പറഞ്ഞതും മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ ആഘോഷിക്കുകയോ ചെയ്തില്ല. എന്ത് മനസ്സിലാക്കണം? പ്രവാചക സ്നേഹത്തിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത മാർഗം സ്വീകരിച്ചാൽ ഹൗദിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന മുബത്തദികളുടെ കൂട്ടത്തിലാക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ടാണ്. പ്രവാചകന്റെ കാര്യങ്ങൾ സുന്നത്തുകൾ ജീവിതത്തിൽ പിൻപറ്റുക, പ്രവാചകനെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക, പ്രവാചകനോടുള്ള സ്നേഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക, ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന്റെ പേരിൽ സലാത്തുകൾ ചൊല്ലുക, ആ പ്രവാചകന്റെ ചര്യകൾ എല്ലാ നിശ്വാസങ്ങളിലും ആ ചര്യകൾ അനുവധാനം ചെയ്യുക, ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ശക്തമായി പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടുന്ന സമയങ്ങളിലുള്ള പ്രാർത്ഥനകളൊക്കെ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ആ പ്രവാചകന്റെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശനം സാധ്യമാക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനോടല്ല, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റി പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകളെ കൂടാതെ ബിദ്അത്തുകൾ പ്രവാചകന്റെ സ്നേഹം എന്ന പേരിൽ കടത്തിക്കൂട്ടി പ്രവാചകന്റെ കോപം ഏറ്റുവാങ്ങുന്ന അവരുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരിക്കലും പ്രവാചകന്റെ അനുചരന്മാരാവാതെ നരകാവകാശികളാകാൻ പരിശ്രമിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പൈശാചിക തന്ത്രങ്ങളാണ് പ്രവാചകന്റെ സ്നേഹം എന്ന പേരിൽ ഇവിടെ കടത്തിക്കൊണ്ടുന്ന എല്ലാ ബിദ്അത്തുകളും രംഗപ്രവേശം ചെയ്യുന്നത്. ആ പിശാചിന്റെ ശർറിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫി ഖുലൂബിന വകരിഹ് ഇലൈനൽ ഫുസൂഖ വൽ അസ്യാൻ വജ്അൽനാ മിനർ റാഷിദീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.